ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്ത് പറന്നിറങ്ങി മോഷണം നടത്തുന്ന തെലങ്കാന സ്വദേശി സപ്പതി ഉമാപ്രസാദ് പദ്ധതിയിട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന പദവി. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്ന ക്ഷേത്രമായ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കഥകൾ ഉമാപ്രസാദിനെ അത്രമേൽ മോഹിപ്പിച്ചിരുന്നു. ഇവിടെ മോഷണം നടത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന പദവി തനിക്ക് ലഭിക്കുമെന്ന് ഇയാൾ കരുതി. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഉമാപ്രസാദ് സിനിമയെ വെല്ലുന്ന തിരക്കഥ ഒരുക്കിയതും മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതും. 2011 പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തായതോടെ ലോകത്തിലെ എല്ലാ കവർച്ചക്കാരുടെയും ലക്ഷ്യമായി ക്ഷേത്രം മാറിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഉമാപ്രസാദ് വ്യത്യസ്തനായിരുന്നു. കാത്തിരുന്ന് മോഷ്ടിക്കുക എന്ന രീതിയാണ് ഉമാപ്രസാദ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ക്ഷേത്രം കാണാനെത്തി ഇവിടെ താമസിച്ച് നഗരം കണ്ട് മോഷണവും നടത്തി തിരികെ പോയതും ആ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ തിരുവനന്തപുരത്തെ ഓരോ മുക്കുമൂലയും ഉമാപ്രസാദ് കണ്ടുവെച്ച് തിരികെ പോയെങ്കിലും രണ്ടാം വരവിൽ പണി പാളുകയായിരുന്നു. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിലുള്ള വ്യക്തിയായിരുന്നു 23-കാരനായ ഉമാപ്രസാദ്. തെലങ്കാനയിലെ ഖമ്മം സ്വദേശിയായ ഇയാൾ പാരമ്പര്യ കർഷക കുടുംബാംഗമാണ്. ചെറുപ്രായത്തിൽ തന്നെ മോഷണത്തിനോട് പ്രത്യേക അഭിനിവേശം ഉമാപ്രസാദിനുണ്ടായിരുന്നു. 14 വയസ്സുള്ളപ്പോൾ മോഷണം നടത്തിയതിന് ഇയാളെ പോലീസ് പിടികൂടി ജുവനൈൽ ഹോമിൽ ആക്കിയിരുന്നു. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ഉമാപ്രസാദ് സുഹൃത്തുക്കളുമായി ചേർന്ന് വീണ്ടും മോഷണം തുടരുകയായിരുന്നു. നാൾക്ക് നാൾ ഉമാപ്രസാദിനെതിരെയുള്ള കേസുകൾ വർദ്ധിച്ചു വന്നു. ഇതോടെ ഉമാപ്രസാദിന്റെ സംരക്ഷണം പ്രദേശത്തെ പോലീസ് ഓഫീസർ ഏറ്റെടുക്കുകയായിരുന്നു. ഇയാളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച് ഉയർത്തിവിടാനായിരുന്നു പോലീസ് ഓഫീസറുടെ ആഗ്രഹം. അതിനായി സൈന്യത്തിൽ ചേരാനുള്ള പരിശീലനത്തിന് ഉമാപ്രസാദിനെ അയച്ചു. ഉമാപ്രസാദിന് സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ഇതിനിടെ അഗ്നിവീർ പദ്ധതി പ്രഖ്യാപിച്ചു. ഇതോടെ തനിക്കിനി പട്ടാളക്കാരനാകാൻ കഴിയില്ലെന്ന് ഉമാപ്രസാദിന് മനസ്സിലായി. ഇതോടെ പട്ടാളക്കാരനാകണമെന്ന ആഗ്രഹം ഉപേക്ഷിച്ച് ഇയാൾ നാടുവിടുകയായിരുന്നു. മാതാപിതാക്കളും 2 സഹോദരങ്ങളും അടങ്ങുന്നതാണ് ഉമാപ്രസാദിന്റെ കുടുംബം. എന്നാൽ കുടുംബത്തെ ഉപേക്ഷിച്ച് മോഷണവും സഞ്ചാരവുമായി കൂട്ടുകാരോടൊപ്പം കൂടുകയായിരുന്നു ഇയാൾ. അതിനിടയിലാണ് എവറസ്റ്റ് കീഴടക്കണമെന്ന ആഗ്രഹം ഉമാപ്രസാദിന്റെ മനസ്സിൽ കയറിക്കൂടിയത്. പർവ്വതാരോഹണവും സാഹസികതയും ഇഷ്ടപ്പെട്ടിരുന്ന ഉമാപ്രസാദിന്റെ പിന്നീടുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും എവറസ്റ്റ് കീഴടക്കുക എന്നതായിരുന്നു. ഇതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഉമാപ്രസാദ് വലിയ മോഷണങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഇതിനായി ഉമാപ്രസാദ് ആദ്യം തെലങ്കാനയിലെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ വീട്ടിലാണ് മോഷണം നടത്തിയത്. 1 കിലോ സ്വർണമാണ് ഇവിടെ നിന്നും ഇയാൾ മോഷ്ടിച്ചത്. ജനുവരിയിലാണ് ഈ മോഷണം നടത്തിയത്. എന്നാൽ ഈ കേസിൽ ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. തുടർന്ന് ജയിലിൽ കഴിയുമ്പോഴാണ് ഉമാപ്രസാദ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തെക്കുറിച്ച് കേൾക്കുന്നത്. 1 മാസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ ഉമാപ്രസാദിന്റെ മനസ്സിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നിറഞ്ഞു നിന്നു. അങ്ങനെയാണ് ഉമാപ്രസാദ് തിരുവനന്തപുരത്ത് എത്തുന്നത്. നഗരത്തിന്റെ ഭൂമിശാസ്ത്രം ഗൂഗിളിൽ തെരഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് മെയ് 28-ന് ഉമാപ്രസാദ് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്നത്. പഴവങ്ങാടി ഫോർട്ട് വ്യൂ ഹോട്ടലിൽ റൂം എടുത്ത ശേഷം ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കോവളം, ശംഖുമുഖം, വേളി, മ്യൂസിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ചുറ്റിയടിച്ചു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത് ലൊക്കേഷനുകൾ മനസ്സിൽ പതിച്ചു. ജൂൺ 2-ന് ആന്ധ്രയിലേക്ക് മടങ്ങിയ ഉമാപ്രസാദ് 3 ദിവസം കഴിഞ്ഞ് 6-ാം തീയതി വ്യക്തമായ പദ്ധതികളോടെ വീണ്ടും തിരുവനന്തപുരത്തെത്തി. ജൂൺ 19-ന് ഫോർട്ട് സ്റ്റേഷൻ പരിധിയിലെ വാഴപ്പള്ളിയിലെ രത്നമ്മയുടെ വീട്ടിലായിരുന്നു ആദ്യ മോഷണം. 24-ന് രണ്ടാമത്തെ മോഷണം നടത്തിയത് മൂലവിളാകത്ത് കോമത്ത് മോഹനന്റെ വീട്ടിലായിരുന്നു. പിന്നീട് നജാബിന്റെ വീട്ടിലും മോഷണം നടത്തി. ദൗത്യം പൂർത്തിയാക്കി ജൂലൈ 1-നായിരുന്നു മടക്കം. പിടിക്കപ്പെടാത്ത സ്ഥിതിക്ക് താൻ സുരക്ഷിതനാണെന്നും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടുതൽ മോഷണം നടത്തണമെന്നും ഉമാപ്രസാദ് പദ്ധതിയിട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ കേരള പോലീസ് രഹസ്യമായി നടത്തിയ നീക്കം ഉമാപ്രസാദിന്റെ പദ്ധതികളെ തകിടം മറിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷണശേഷം ഇയാൾ സഞ്ചരിച്ച ഓട്ടോ കണ്ടെത്തിയതാണ് വഴിത്തിരിവായത്. ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഫോർട്ട് വ്യൂ ഹോട്ടലിന് മുന്നിൽ നിന്നാണ് കയറിയതെന്ന് മൊഴി നൽകി. ഇവിടെ നിന്ന് മേൽവിലാസം തിരിച്ചറിഞ്ഞു. തുടരന്വേഷണത്തിൽ ഇയാൾ വീണ്ടും കേരളത്തിലേക്ക് വരാനുള്ള പുറപ്പാടിലാണ് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇന്നലെ പുലർച്ചെ വിമാനത്താവളത്തിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
പേട്ട മൂലവിളാകം ജംഗ്ഷനിൽ പ്രസാദ് മാധവ് മോഹനന്റെ വീട്ടിൽ നിന്നും 11 പവന്റെ ആഭരണങ്ങളും മണാക്കാട് GHS ലൈനിൽ എ നജാബിന്റെ വീട്ടിൽ നിന്നും 6 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണ വജ്രാഭരണങ്ങളും വാഴപ്പള്ളി സ്വദേശി രത്നമ്മയുടെ വീട്ടിൽ നിന്നും 27,000 രൂപ വില വരുന്ന ആഭരണങ്ങളുമാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇതിൽ 2 വളകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാക്കി ചാക്ക മേൽപ്പാലത്തിന് താഴെ തൂണിനടിയിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെടുത്തു. സ്വർണ്ണാഭരണവുമായി വിമാനത്തിൽ സഞ്ചരിച്ചാൽ പ്രശ്നമാകുമെന്ന് കരുതിയാണ് തൂണിനടിയിൽ കടലാസിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ചത്. കൂടുതൽ കവർച്ച നടത്താനും ഈ സ്വർണം തിരിച്ചെടുക്കാനുമാണ് ഉമാപ്രസാദ് തെലങ്കാനയിൽ നിന്നും ഇന്നലെ തിരിച്ചെത്തിയത്. 13ഓളം മോഷണ കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. അതേസമയം ജയിലിൽ നിന്നും ഇറങ്ങിയാലും എവറസ്റ്റ് കയറാനുള്ള ശ്രമം തുടരുമെന്നാണ് ഉമാപ്രസാദ് പോലീസിനോട് കൂസലില്ലാതെ പറയുന്നത്.